വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം. നമുക്ക് വളരെ ടേസ്റ്റിയായ സാമ്പാർ. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേണട്ടെ ആദ്യം. ഇപ്പം ഞാൻ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിക്കാം. ഇത് ഒരു സിമ്പിൾ സാമ്പാറാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കഷ്ണങ്ങൾ: മുരിങ്ങക്കായ, വെണ്ടക്കായ, വഴുതനങ്ങ, തക്കാളി, ഒരു കുമ്പളങ്ങ ചെറുത് ഒരു കഷ്ണമുണ്ട്. ഇതൊക്കെയാണ് കഷ്ണം. അപ്പോൾ അത് നമുക്ക് അതിലേക്കിടാം. ഇതിൽ ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് കായം മാത്രം ഇട്ടിട്ട് വേവിക്കണം. നമ്മൾ വറവിടുമ്പോൾ വീണ്ടും കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ ഇപ്പം നമുക്കിത് തന്നെ ഇട്ടിട്ട് വേവിക്കാം. സിമ്പിൾ കറിയാണത്. നമ്മൾ അരച്ച് ചേർക്കുകയൊന്നും ചെയ്യണില്ല, സാധാ പോലെ. ഇത് കഷ്ണം ഇതിൽ കിടന്ന് വേവട്ടെ. നമ്മൾ സാമ്പാർ പരിപ്പിൽ കഷ്ണങ്ങളൊക്കെ വേവിച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു കാച്ചിൽ ശരിയാക്കാം. കാച്ചിലിന് വേണ്ടിയിട്ട് കടുകിട്ടുണ്ട്, പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പിട്ടുണ്ട്. ഉള്ളി 2 ഉള്ളിട്ടുണ്ട്, സവോളയിട്ടുണ്ട്, വെളുത്തുള്ളിട്ടുണ്ട്. അതിലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതൊരു വിധം നന്നായി വലിഞ്ഞു വന്നിട്ടുണ്ട്, വളരെ പൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം. അതൊന്നും വരുമ്പോൾ നമുക്ക് പൊടികളിടാം. പൊടികളെന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി ഞാൻ അതിലിട്ടായിരുന്നു, കുറച്ച് കായവും ഇട്ടതാണ്. അതിൽ മല്ലിപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ല, ഒലിവൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പം 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കായം. അപ്പോൾ അതിൽ കായം ഇട്ടതാണ് ഞാൻ. എന്നാലും കൂടി കായം ഈ സാമ്പാറിൻ്റെ കയ്യിൽ അതൊന്നും എനിക്ക് പൊടികളിടാം. അതിൻ്റെ പച്ചമണം പോലെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പുളി വെള്ളം ഒഴിക്കാം. ഈ സമയത്ത് നമുക്കിപ്പോൾ ഞാൻ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതേല്ലേ, അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി അത് കറക്റ്റാണ്, പുളിയും കറക്റ്റാണ്. അപ്പോൾ നല്ല സാമ്പാറായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. പെട്ടെന്ന് വളരെ ടേസ്റ്റിയായ സാമ്പാറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.